സെക്കൻഡ് ടൈം എക്സാം പോർഷന്റെ ചാപ്റ്റർ വൈസ് ഡിസ്കഷനും അതുപോലെ തന്നെ ഓരോ യൂണിറ്റിലെയും ഇമ്പോർട്ടന്റ് പോർഷൻസും ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ജോയിൻ ടുഗദർ, അതായത് കൂട്ടുകൂടാം എന്നുള്ള യൂണിറ്റ് അഡീഷൻ ആണ് പ്രധാനമായിട്ട് വരുന്നത്. What are the numbers you can make by using these digits only once? 1, 2, 3 എന്നീ നമ്പേഴ്സ് ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റിയ സംഖ്യകൾ ആവർത്തിക്കാതെ നിർമ്മിക്കാൻ പറ്റിയ മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? അതിലെ ലാർജസ്റ്റ് നമ്പർ, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ്, അതിനുശേഷം ആഡ് ദ നമ്പേഴ്സ്. അപ്പോൾ 1, 2, 3 ഇവ കൊണ്ട് നിർമ്മിക്കാൻ പറ്റിയ നമ്പേഴ്സ് 123 123, 132 132, 213 213, 231 231, 321 321, 312 312. ഇത്രയും നമ്പേഴ്സ് ആണ് നിർമ്മിക്കാൻ പറ്റുക. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനുശേഷം തൊട്ട് ബാക്കിൽ 2 വരുന്നത് 321 ആണ്. സ്മോളസ്റ്റ് നമ്പർ 1 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 123 ആണ്. അതിനെ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ 444 ആണ് നമുക്ക് ആൻസർ കിട്ടുക. തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റിന്റെ മലയാള രൂപമാണ്. 1, 2, 3 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യകൾ നിർമ്മിക്കാം? 123 132, 213 231, 321 312 എന്നീ സംഖ്യകൾ നിർമ്മിക്കാം. ഇതിൽ വലിയ സംഖ്യ 321, ചെറുത് 123. അപ്പോൾ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ 444 ലഭിക്കും. A wholesale dealer distributed 666 bags of rice on the first day, then 555 bags of rice on the second day. Find the total number of bags distributed on these days. ഒരു കച്ചവടക്കാരൻ ആദ്യ ദിവസം 666 ചാക്കരി വിതരണം ചെയ്തു. സെക്കൻഡ് ഡേയിൽ 555 ബാഗ് ഓഫ് റൈസ് വിതരണം ചെയ്തു. എങ്കിൽ ടോട്ടൽ എത്ര അരിച്ചാക്കുകൾ വിതരണം ചെയ്തു എന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ വിതരണം ചെയ്തത് നമ്പർ ഓഫ് ബാഗ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ഫസ്റ്റ് ഡേ അത് 666 ആണ്. നമ്പർ ഓഫ് ബാഗ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ സെക്കൻഡ് ഡേ 555. ടോട്ടൽ ഓഫ് റൈസ് ചോദിക്കുമ്പോൾ ഈ രണ്ട് നമ്പേഴ്സും കൂടെ പ്ലസ് ചെയ്യാണ്. 1221 ബാഗ്സ്, 1221 ബാഗ്സ് ആണ് ആൻസർ. അപ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തെറ്റുകൂടാതെ പ്ലസ് ചെയ്യുക. കച്ചവടക്കാരൻ ആദ്യ ദിവസം വിതരണം ചെയ്ത അരിച്ചാക്കുകളും രണ്ടാമത്തെ ദിവസം വിതരണം ചെയ്ത അരിച്ചാക്കുകളുടെ എണ്ണവും കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. യഥാക്രമം 666, 555 എന്നിവയാണ് ഇതിന്റെ എണ്ണം. അപ്പോൾ ടോട്ടൽ ആകെ വിതരണം ചെയ്ത അരിച്ചാക്കുകൾ ചോദിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. സംഖ്യകൾ തന്നിരിക്കുന്ന സംഖ്യകൾ ടോട്ടൽ ചെയ്യുക. കോളത്തിലുള്ള ആൾ ഒളിച്ചിരിക്കുന്ന ആളെ ഷെയ്ഡ് ചെയ്ത് കണ്ടെത്താനായിട്ടാണ്. അപ്പോൾ സംഖ്യകൾ പ്ലസ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഹൗ മെനി ചിൽഡ്രൻ, എത്ര കുട്ടികൾ? ഇൻ എ സ്കൂൾ there are 3 divisions in class 3. ഒരു സ്കൂളിൽ 3ാം ക്ലാസ്സിൽ 3 ഡിവിഷൻ ഉണ്ട്. ഇൻ ഡിവിഷൻ എ, ഒന്നാം ഡിവിഷനിൽ എ ഡിവിഷനിൽ there are 42 boys and 26 girls. 42 ബോയ്സും 26 ഗേൾസും ഉണ്ട്. അതുപോലെ തന്നെ 28 girls and 38 boys are there in division B. ഡിവിഷൻ ബിയിൽ 28 പെൺകുട്ടികളും 38 ആൺകുട്ടികളും ഉണ്ട്. 36 boys and 29 girls in division C. ഡിവിഷൻ സിയിൽ 36 ആൺകുട്ടികളും 29 പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ അതിന്റെ ടോട്ടൽ കാണാനായിട്ടാണ് 3A ടോട്ടൽ ചോദിക്കുമ്പോൾ അതിലെ നമ്പർ ഓഫ് ബോയ്സും ഗേൾസും ടോട്ടൽ ചെയ്യണം. 3Bയിൽ ചോദിക്കുമ്പോൾ ആ ക്ലാസ്സിലെ നമ്പർ ഓഫ് ബോയ്സും ഗേൾസും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും നമ്പേഴ്സ് തമ്മിൽ. സി ഡിവിഷനിലെ കുട്ടികളുടെ എണ്ണം എഴുതുക. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 3. അപ്പോൾ 3 ഡിവിഷനിലെയും എണ്ണം കൂട്ടുമ്പോഴാണ് ടോട്ടൽ 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ആവുക. ഒന്നല്ലെങ്കിൽ ക്ലാസ് 3Aയിൽ തന്നെ കുട്ടികളുടെ എണ്ണം കൂട്ടാം, 3Bയിൽ കൂട്ടാം, 3Cയിൽ കൂട്ടാം. ആ ടോട്ടൽ 3ഉം കൂടെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഓരോന്നായിട്ട് എഴുതി ഇതുപോലെ ഇപ്പോൾ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ കൂട്ടുക. 199 ഉത്തരം കിട്ടും. ഇനി ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ക്ലാസ് 3? 3ാം ക്ലാസ്സിലെ ഗേൾസിന്റെ മാത്രം എണ്ണം അറിയണമെങ്കിൽ ഓരോ ഡിവിഷനിലെയും ഗേൾസിന്റെ എണ്ണം പ്ലസ് ചെയ്യുക. അതുപോലെ തന്നെ ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുക. ഇനി അപ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കുക ഓരോ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട് എത്ര ബോയ്സ് ഉണ്ടെന്ന്. ഫൈൻഡ് വെദർ ബോയ്സ് ഓർ ഗേൾസ് ആർ മോർ ഇൻ ക്ലാസ് 3. ക്ലാസ് 3യിൽ ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതൽ? ബോയ്സ് ആർ മോർ ദാൻ ഗേൾസ്. ബോയ്സിന്റെ എണ്ണമാണ് കൂടുതൽ. കാരണം ഗേൾസ് ടോട്ടൽ ചെയ്തപ്പോൾ 83 വന്നുള്ളൂ, ബോയ്സിന്റെ എണ്ണം 116 ഉണ്ട്. ഈ യൂണിറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് പാറ്റേൺസ്. 100, 200, 300, 400, 500, 600. 100 വീതമാണ് ഇതിൽ കൂടുന്നത്. അടുത്തത്
600, 610, 630, 660, 700, 750. ഇതിൽ ഒരേപോലെയല്ല കൂടുന്നത്. അപ്പോൾ ആദ്യം 600ഉം 610ഉം അത് തമ്മിലുള്ള വ്യത്യാസം 10 ആണെങ്കിൽ 610ഉം 630ഉം തമ്മിലുള്ള വ്യത്യാസം 20 ആണ്. പിന്നീട് 630ന്റെ കൂടെ 30 കൂട്ടിയാലാണ് 660 കിട്ടുക. അടുത്തത് 660ന്റെ കൂടെ 40 കൂട്ടിയാലാണ് 700 വരിക. അതിൻ്റെ കൂടെ 50 കൂട്ടിയാലാണ് 750 വരിക. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ 750ന്റെ കൂടെ 60 വേണം കൂട്ടാൻ. അപ്പോൾ 10, 20, 30, 40, 50 എന്ന ക്രമത്തിലാണ് ഈ പാറ്റേൺ വർദ്ധിക്കുന്നത്. ഇപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യയിലേക്ക് അത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ എത്ര വെച്ച് കൂടുന്നു എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 610 വലിയ സംഖ്യയിൽ നിന്ന് തൊട്ടടുത്ത ചെറിയ സംഖ്യ മൈനസ് ചെയ്താൽ നമ്മൾക്ക് എത്ര വീതം കൂടുന്നു എന്നുള്ള ഐഡിയ കിട്ടും. ഇപ്പോൾ 610ൽ നിന്ന് 600 മൈനസ് ചെയ്താൽ 10 കിട്ടും. അതുപോലെ തന്നെ 630ൽ നിന്ന് അതിൽ തൊട്ട് ചെറുതായ 610 മൈനസ് ചെയ്താൽ അതിൻ്റെ ആ വ്യത്യാസം കിട്ടും. അങ്ങനെ കറക്റ്റായിട്ട് എത്ര മാത്രമാണ് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ വേണം പാറ്റേൺ ചെയ്യാൻ. തേർഡ് പാറ്റേൺ 140, 260, 380, 500, 620. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ രണ്ടാമത്തെ നമ്പർ 260 ആണ്. അതിൽ നിന്ന് 140 മൈനസ് ചെയ്താൽ നമുക്ക് 120 എന്ന് കിട്ടും. അതുപോലെ തന്നെ 380ൽ നിന്ന് 260 കുറച്ച് നോക്കുക, അപ്പോഴും 120 എന്ന് കിട്ടും. 500 മൈനസ് 380, 620 മൈനസ് 500. ഇപ്രകാരം വ്യത്യാസം കണ്ടാൽ കറക്റ്റ് നമുക്ക് പാറ്റേൺ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്തത് 201, 302, 403, 504, 606. ഇതിലെ പാറ്റേൺ 101 വീതമാണ് കൂടുന്നത്. അടുത്തത് 0, 115, 230, 345, 460. 115 വീതം കൂടുന്നു. നെക്സ്റ്റ് യൂണിറ്റ് ലെറ്റ്സ് മെഷർ, അളന്ന് കുറിക്കാം എന്നുള്ള യൂണിറ്റ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും അളവുകളും അതുപോലെ തന്നെ സെന്റിമീറ്റർ, മീറ്റർ, ആ ഒരു കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. കുറച്ച് കുട്ടികളുടെ പേരും അവർ ലോങ് ജമ്പ് ചാടിയ ഡിസ്റ്റൻസും ആണ് തന്നിട്ടുള്ളത്. അപ്പു ചാടിയത് 1 മീറ്റർ 10 സെന്റിമീറ്റർ, അനിഖ ചാടിയത് 1 മീറ്റർ, ദീപക് ചാടിയത് 130 സെന്റിമീറ്റർ, ഫിറോസ് ചാടിയത് 98 സെന്റിമീറ്റേഴ്സ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ജംപ്ഡ് ദ ഫാർത്തസ്റ്റ്, ഹൗ മെനി സെന്റിമീറ്റേഴ്സ്? കൂടുതൽ ദൂരം ചാടിയത് ആരാണ്? ഹൂ ജംപ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഹൗ മെനി സെന്റിമീറ്റേഴ്സ്? കുറഞ്ഞ ദൂരം ചാടിയത് ആരാണ്, എത്ര സെന്റിമീറ്റർ? ഇനി ഹൗ മച്ച് മോർ ഡിസ്റ്റൻസ് ഡിഡ് ദീപക് ജംപ് ദാൻ അപ്പു? അപ്പുവിനേക്കാൾ എത്ര ഡിസ്റ്റൻസിലാണ് ദീപക് ചാടിയെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാടിയ ഡിസ്റ്റൻസുകൾ മീറ്ററിൽ ചിലത് കൊടുത്തിട്ടുണ്ട്, ചില സെന്റിമീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾക്ക് ഒരേ അളവിലാക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലോട്ട് എല്ലാ അളവുകളും മാറ്റുന്നതാണ് എളുപ്പം. അപ്പോൾ ദീപക് ചാടിയതും ഫിറോസ് ചാടിയതും സെന്റിമീറ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി ആദ്യത്തെ 2 പേരുടെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അനിഖയുടെ നോക്കുകയാണെങ്കിൽ 1 മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1 മീറ്റർ ഈക്വൽ 100 സെന്റിമീറ്റർ. അപ്പോൾ അനിഖ ചാടിയത് 100 സെന്റിമീറ്റർ ആണ്. ഇനി അപ്പുവിൻ്റെ നോക്കാം. 1 മീറ്റർ 10 സെന്റിമീറ്റർ ആണ് അപ്പു ചാടിയത്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണെന്ന് നമ്മൾക്കറിയാം. അതിൻ്റെ കൂടെ ഒരു 10 സെന്റിമീറ്ററും കൂടെ. അപ്പോൾ 100ഉം 10ഉം 110. 110 സെന്റിമീറ്റർ ആണ് അപ്പു ചാടിയത്. ഏറ്റവും ദൂരം കൂടുതൽ ചാടിയത് ദീപക് ആണ്, 130 സെന്റിമീറ്റർ. ഫിറോസ് ചാടിയത് 98 സെന്റിമീറ്റർ. ഫിറോസ് ആണ് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിൽ ചാടിയത്. ഡിസ്റ്റൻസ് ജംപ്ഡ് ബൈ അപ്പു. അപ്പു ചാടിയത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മീറ്റർ 10 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ, പിന്നീട് കൂടെയുള്ള 10 സെന്റിമീറ്റർ, അത് ടോട്ടൽ ചെയ്യുമ്പോൾ 110 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഡിസ്റ്റൻസ് ജംപ്ഡ് ബൈ ദീപക്. ദീപക് 130 ചാടി. അപ്പോൾ ഇതിൽ സി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പു ചാടിയതും അതിനേക്കാൾ എത്ര കൂടുതൽ ദൂരത്തിലാണ് ദീപക് ചാടിയെന്നാണ് ചോദ്യം. അപ്പോൾ അപ്പു ചാടിയത് 110, ദീപക് ചാടിയത് 130. ദീപക് ജംപ്ഡ് 20 സെന്റിമീറ്റേഴ്സ് മോർ ദാൻ ദാറ്റ് ഓഫ് അപ്പു ജംപ്ഡ്. അപ്പോൾ 110ന്റെ കൂടെ 20 കൂട്ടിയാലാണ് 130 ആവുക, അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം 20 ആണ്. അപ്പുവിനേക്കാൾ 20 സെന്റിമീറ്റർ കൂടുതൽ ദൂരത്ത് ദീപക് ചാടി. ഇപ്പോൾ ഒരു സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത സംഖ്യ എന്ന് കണ്ടുപിടിക്കാനായിട്ട് അത് തമ്മിൽ മൈനസ് ചെയ്യാണ് എളുപ്പമുള്ള മാർഗം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഒരു ആക്ടിവിറ്റി ആണ്, ഇതിൻ്റെ നീളം അളക്കാനായിട്ട്. അപ്പോൾ നീളം അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാർട്ടിങ് 0 ടു അടുത്ത വര വരെ 1 അങ്ങനെ അളക്കുക. ഇപ്പോൾ പെൻ 13 സെന്റിമീറ്റർ ആണ്. പക്ഷേ റബ്ബർ നോക്കുകയാണെങ്കിൽ 4 സെന്റിമീറ്ററേ ഉള്ളൂ. അതിലെ ആ വരകൾ കറക്റ്റായിട്ട് എണ്ണുക, സെന്റിമീറ്ററുകൾ കൃത്യമായിട്ട് എണ്ണി കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ ഷാർപ്പ്നർ നോക്കുകയാണെങ്കിൽ 8 സെന്റിമീറ്റർ എന്നുള്ളതാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 8 തൊട്ട് 9 വരെ 1 സെന്റിമീറ്റർ,
10 വരെ 2 സെന്റിമീറ്റർ, 11 വരെ 3 സെന്റിമീറ്റർ, അങ്ങനെ അളക്കുക. ആഡിങ് ആൻഡ് ആഡിങ് അഗെയിൻ, കൂട്ടി കൂട്ടി കൂട്ടി. ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ അതായത് ഗുണനമാണ് വരുന്നത്. വീണ്ടും വീണ്ടും കൂട്ടുക. വീണ്ടും വീണ്ടും കൂട്ടുന്നതിന് പകരമാണ് നമ്മൾ എളുപ്പത്തിൽ ഗുണിക്കുന്നത്. ആ ഒരു ആശയമാണ് ഇവിടെ വരുന്നത്. ആ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 + 3, 3 + 3 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം 3 വന്നു. 2 times 3, അതായത് 2 × 3, അത് 6 ആണ്. അതുപോലെ തന്നെ 3 + 3 + 3, 3 times 3 വന്നു. 3 പ്രാവശ്യം 3 വന്നാൽ 3 × 3 9. അതുപോലെ തന്നെ 4 പ്രാവശ്യം 3 വന്നാൽ 4 3 12. 5 പ്രാവശ്യം 3 വന്നാൽ 5 3 15. 6 പ്രാവശ്യം 3 വന്നാൽ 6 3 18. അപ്പോൾ 3നെ വീണ്ടും വീണ്ടും കൂട്ടുന്നതിന് പകരം എത്ര പ്രാവശ്യമാണോ കൂട്ടിയിരിക്കുന്നത് അത്രയും എണ്ണം കൊണ്ട് ആക്കത്തെ ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. അതുപോലെ തന്നെയാണ് 4 + 4, 2 പ്രാവശ്യം 4 വന്നു. അപ്പൊ 4 4 2 പ്രാവശ്യം എഴുതി കൂട്ടുന്നതിന് പകരം 2 കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ 3 പ്രാവശ്യം 4 വന്നു. 3 × 4 എന്ന് എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇപ്രകാരം കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. ഗുണനപ്പട്ടിക നന്നായിട്ട് അറിയാതിരിക്കണം. അതുപോലെ തന്നെ അപ്പോൾ ആവർത്തന സങ്കലനമാണ് ഗുണനം. റിപ്പീറ്റ് ആയിട്ട് അഡീഷൻ ചെയ്യുന്നതിന് പകരം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. Manu bought 5 pens, each costing 10 rupees. മനു 5 പേനകൾ വാങ്ങി. ഈച്ച് കോസ്റ്റിംഗ്, ഓരോ പേനയുടെയും വില 10 രൂപ. പ്രൈസ് ഓഫ് എ പെൻ, അത് ആദ്യം കണ്ടുപിടിക്കാം. 10 rupees, ഒരു പേനയുടെ വില 10 രൂപ. പ്രൈസ് ഓഫ് 5 pens, 5 പേനയുടെ വില. അപ്പോൾ 5 പേനയാണ്. 5 ഗുണം ഒരു പേനയുടെ വില 10, 5 10 50, 50 rupees. ഇനി അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ, ഹൗ മെനി 5 rupee notes ഷുഡ് ഹി ഗിവ് ടു ഷോപ്പ്കീപ്പർ? അപ്പോൾ 50 രൂപയാണ് പേനയ്ക്കായത്. എത്ര 5 രൂപ നോട്ടുകളായിട്ടായിരിക്കും അവൻ അയാൾക്ക് നോട്ടുകൾ കൊടുത്തതെന്നാണ് ചോദ്യം. അതായത് അവന് പേന വാങ്ങാനായി 50 രൂപ കൊടുക്കണം. 50 രൂപയുടെ ഒറ്റ നോട്ടിന് പകരം അവൻ 5 രൂപ ആയിട്ടാണ് നൽകിയത്. അപ്പോൾ അങ്ങനെ 5 രൂപ എത്ര എണ്ണം അവൻ നൽകി കാണും? 50 ആവാൻ. അപ്പോൾ 5 + 5 നോക്കുമ്പോൾ 10 പ്രാവശ്യം 5 വന്നാൽ 10 5 രൂപ നോട്ടുകൾ വന്നാലാണ് 50 ആവുക. അപ്പോൾ നമ്പർ ഓഫ് 5 rupee notes ഈക്വൽ 10 5 rupee notes. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്കൂൾ ബസ് ആണ്. സ്കൂൾ ബസ്സിൽ എത്ര പേരുണ്ടെന്ന് സാബു കണക്ക് കൂട്ടി. വലതുവശത്ത് 3 പേർ വീതം ഇരിക്കുന്ന 6 സീറ്റുകളും ഇടതുവശത്ത് 2 പേർ വീതം ഇരിക്കുന്ന 5 സീറ്റുകളും ഉണ്ട്. ഞാൻ ഉൾപ്പെടെ 4 പേർ സീറ്റില്ലാതെ നിൽക്കുന്നു എങ്കിൽ എത്ര പേർ സ്കൂൾ ബസ്സിലുണ്ട്? അപ്പോൾ ബസ്സിലുള്ള ആൾക്കാരുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഹിന്റുകൾ ക്ലൂ നോക്കുകയാണെങ്കിൽ വലതുവശത്തെ ആൾക്കാരുടെ എണ്ണം, ഇടതുവശത്തെ ആൾക്കാരുടെ എണ്ണവും നിൽക്കുന്നവരുടെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ വലതുവശത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് 3 പേർ വീതം ഇരിക്കുന്ന 6 സീറ്റ്. 6 സീറ്റ്, ഒരു സീറ്റിൽ 3 പേര്. അപ്പോൾ 6 സീറ്റിൽ എത്ര പേരെന്ന് ചോദിച്ചാൽ 6 × 3, 6 3 18. ഇനി ഇടതുവശത്ത് 2 പേർ വീതം ഇരിക്കുന്ന 5 സീറ്റുണ്ട്. 5 സീറ്റുണ്ട്, ഒരു സീറ്റിൽ 2 പേര് വെച്ചിട്ട്. അപ്പോൾ 5 × 2 10. ഇനി നിൽക്കുന്നവർ ഞാൻ ഉൾപ്പെടെ 4 പേരാണ്. അപ്പോൾ 4 പേരാണ് നിൽക്കുന്നത്. ആകെ ബസ്സിലുള്ള ആൾക്കാരുടെ എണ്ണം ചോദിച്ചാൽ 18 + 10 + 4. വലതുഭാഗത്തും ഇടതുവശത്തും ഇരിക്കുന്നവരുടെ എണ്ണവും നിൽക്കുന്നവരുടെ എണ്ണം കൂടെ ടോട്ടൽ ചെയ്താൽ ടോട്ടൽ 32 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്ത സ്റ്റോപ്പിൽ ബസ് നിന്നപ്പോൾ 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റിൽ നിന്നും 2 പേർ വീതം ഇരിക്കുന്ന 3 സീറ്റിൽ നിന്നും കുട്ടികൾ ഇറങ്ങി. അപ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങിയവർ എത്ര പേർ എന്ന് കണ്ടുപിടിക്കുക. ഇനി ബാക്കി എത്ര യാത്രക്കാർ ബസ്സിലുണ്ടെന്നും കാണുക. ബസ്സിൽ നിന്നും ഇറങ്ങിയവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റ്. അപ്പോൾ 2 സീറ്റ്, 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റ് എന്ന് പറയുമ്പോൾ 2 3 6, അവിടെ 6 പേര് ഇറങ്ങി. ഇനി 2 പേർ വീതം ഇരിക്കുന്ന 3 സീറ്റ്. അപ്പോൾ 3 × 2, അങ്ങനെ 6 പേര് ഇറങ്ങി. അപ്പോൾ സ്റ്റോപ്പിൽ ടോട്ടൽ ഇറങ്ങിയവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 6 6 12, 12 പേര് ഇറങ്ങി. ബസ്സിലുണ്ടായിരുന്ന 32 പേരാണ് നമ്മൾ അപ്പുറം കണ്ടുപിടിച്ചു. അതിൽ 12 പേർ ഇറങ്ങി, ബാക്കി 10 പേർ. നെക്സ്റ്റ് യൂണിറ്റ് ആഡ് ഓർ സബ്സ്ട്രാക്ട് എന്നുള്ളതാണ്. അതായത് കുറയ്ക്കണോ കൂട്ടണോ. ആക്ച്വലി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ തിരിച്ച് കൂട്ടുന്ന ഒരവസ്ഥയാണ് നമ്മൾ കുറയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം വ്യക്തമാക്കുന്ന ഒരു യൂണിറ്റാണ് ആഡ് ഓർ സബ്സ്ട്രാക്ട്.
Anu has arranged 2 numbers on the abacus. Anu abacusൽ 2 numbers സെറ്റ് ചെയ്തു. Which are the numbers on the 2 abacus? അബാക്കസിലെ സംഖ്യകൾ ആദ്യത്തെ ബോക്സിൽ എഴുതുക. What is the difference between these numbers? ഇപ്പോൾ എഴുതിയ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് അവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അബാക്കസിലെ സംഖ്യകൾ എഴുതുമ്പോൾ അവ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്, എത്ര ടെൻസ് ഉണ്ട്, എത്ര വൺസ് ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് നോക്കണം. ഈ ക്വസ്റ്റ്യൻ തന്നെ സി പാർട്ടാണ്. She took a bead from the hundreds place of the first abacus and put it on the second abacus in the same position. അതായത് അനു took a bead, ഒരു ബീഡ് എടുത്തു ഫ്രം ദ ഹൺഡ്രഡ്സ് പ്ലേസ്, 100ന്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്ത് എടുത്തിട്ട്, അതായത് ഫസ്റ്റ് അബാക്കസിലെ 100ന്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്ത് എടുത്തു. ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ദ സെക്കൻഡ് അബാക്കസ്, സെക്കൻഡ് അബാക്കസിൽ ഈ മുത്ത് കൊണ്ടുപോയിട്ടു. എവിടെ ഇട്ടു? ഇൻ ദ സെയിം പൊസിഷൻ. സെയിം പൊസിഷൻ എന്ന് പറയുമ്പോൾ 100ന്റെ പൊസിഷനിൽ നിന്നാണല്ലോ എടുത്തത്. അപ്പോൾ സെക്കൻഡ് അബാക്കസിൽ 100ന്റെ പൊസിഷനിൽ തന്നെ കൊണ്ടുപോയിട്ടാണ് ഈ മുത്തിട്ടത്. അപ്പോൾ ദെൻ വാട്ട് ആർ ദ നമ്പേഴ്സ് ഓൺ ബോത്ത്? ഇപ്പോൾ 2 അബാക്കസിലെയും സംഖ്യകൾ എത്രയാണെന്നാണ് ചോദ്യം. നമ്പർ ഓൺ ദ ഫസ്റ്റ് അബാക്കസ്, ആദ്യ അബാക്കസിലെ സംഖ്യ 764. നമ്പർ ഓൺ ദ സെക്കൻഡ് അബാക്കസ്, രണ്ടാമത്തേതിൽ 532. അത് എ ഓപ്ഷൻ്റെ ആൻസർ. ഇനി അതിൽ ബി, ഈ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ മൈനസ് ചെയ്യുക. 764 മൈനസ് 532, 232 ആൻസർ കിട്ടും. ഇനി സി എന്ന് പറയുമ്പോൾ വെൻ എ ബീഡ് ഫ്രം ദ ഹൺഡ്രഡ്സ് പ്ലേസ്, ഒരു ബീഡ് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ നിന്നും റിമൂവ് ചെയ്തിട്ട് നമ്പർ ഓൺ ദ ഫസ്റ്റ് അബാക്കസ്. അപ്പോൾ ഫസ്റ്റ് അബാക്കസിൽ 100ന്റെ പൊസിഷനിൽ നിന്നും ഒരു നമ്പർ റിമൂവ് ചെയ്താൽ 764 എന്നുള്ളത് 664 ആകും. അതായത് 764ൽ 7 നൂറുകളാണുള്ളത്, അതിൽ ഒരു 100 കുറയും, അപ്പോൾ 664 വരും. ഇനി when a bead is put it on the hundredth place, നമ്പർ ഓൺ ദ സെക്കൻഡ് അബാക്കസ്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത മുത്ത് രണ്ടാമത്തെ അബാക്കസിൽ 100ന്റെ പൊസിഷനിൽ ഇടുവാണെങ്കിൽ അവിടെ ഒരെണ്ണം 100 കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 532 എന്നുള്ളത് 632 ആയിട്ട് മാറും. അപ്പോൾ കറക്റ്റ് ആയിട്ട് പ്ലേസ് വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് അബാക്കസ് വരയ്ക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണിത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ക്വസ്റ്റൻ ആണ്. ഇഷ ട്രാവൽ ടു മടകര ഇൻ എ കാർ. ഇഷ മടകര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കാറിൽ യാത്ര ചെയ്തു. ഷീ റോട്ട് ഡൗൺ ദ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഓഫ് ദ മീറ്റർ അറ്റ് ദ സ്റ്റാർട്ട്. അവൾ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മീറ്ററിലുള്ള അവസാന 3 അക്കം എഴുതി വെച്ചു. ആ എഴുതി വെച്ചത് 568 ആണ്. അവർ യാത്ര ചെയ്തു. ആഫ്റ്റർ 19 കിലോമീറ്റേഴ്സ് ദേ സോ എ സൈൻ ബോർഡ്. 19 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോൾ അവരൊരു സൈൻ ബോർഡ് കണ്ടു. അതിൽ എഴുതിയിരിക്കുന്നത് മടകര 147 കിലോമീറ്റർ എന്നാണ്. അതായത് മടകരയ്ക്ക് ഇനി 147 കിലോമീറ്ററും കൂടി ഉണ്ട്. ഇവർ ഓൾറെഡി 19 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഇഷാസ് ഹോം ടു മടകര? ഇഷയുടെ വീട്ടിൽ നിന്നും മടകരയ്ക്കുള്ള ദൂരമാണ് ചോദ്യം. ഇപ്പോൾ ഓൾറെഡി അവർ വീട്ടിൽ നിന്നും ഇറങ്ങി 19 കിലോമീറ്റർ യാത്ര ചെയ്തു. ഈ പൊസിഷനിൽ നിന്നപ്പോഴാണ് 147 കിലോമീറ്റർ ഇനിയും പോകാനുണ്ടെന്ന് കണ്ടത്. അപ്പോൾ ടോട്ടൽ ദൂരം കാണണമെങ്കിൽ ഇപ്പോൾ യാത്ര ചെയ്ത 19ഉം ഇനി പോകാനുള്ള 147ഉം കൂടെ കൂട്ടണം. അപ്പോൾ 166 കിട്ടും. അപ്പോൾ ഇഷയുടെ വീട്ടിൽ നിന്നും മടകരയിലേക്കുള്ള ദൂരം 166. അവർ യാത്ര തുടർന്നു. ദേ സോ അനദർ സൈൻ ബോർഡ്. കുറെ പോയി കഴിഞ്ഞപ്പോൾ വേറൊരു സൈൻ ബോർഡ് കണ്ടു. അതിൽ മടകരയ്ക്ക് ഇനി 98 കിലോമീറ്റർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ചോദ്യം, ഹൗ ഫാർ ഡിഡ് ദേ ട്രാവൽ? അവർ എത്ര ദൂരം യാത്ര ചെയ്തു? അതായത് ഇഷയുടെ വീട്ടിൽ നിന്നും അവരിപ്പോൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നാണ് ചോദ്യം. ഓൾറെഡി ഇഷയുടെ വീട്ടിൽ നിന്നും മടകരയിലേക്കുള്ള ദൂരം 166 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 166 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവർ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും 98 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്യണം മടകരയിലേക്ക് എത്താൻ. അപ്പോൾ അവർ യാത്ര ചെയ്ത ദൂരം കണ്ടുപിടിക്കാൻ, അപ്പോൾ ഇനി ടോട്ടൽ ദൂരവും ഇനി അവർ പോകാനുള്ള ദൂരം കൂടെ കുറച്ചാൽ അവർ സഞ്ചരിച്ച ദൂരം കിട്ടും. അപ്പോൾ 166 മൈനസ് 98 ഈക്വൽ ഇനി 68 കിലോമീറ്റർ. 68 കിലോമീറ്റർ ആണ് അവർ ഇത്രയും ദൂരം കൊണ്ട് സഞ്ചരിച്ചത്. ഇനി റൈറ്റ് ദ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഓഫ് ദ മീറ്റർ വെൻ ദേ റീച്ച്ഡ് മടകര. അവർ മടകരയിൽ എത്തിക്കഴിയുമ്പോൾ ആ കാറിൻ്റെ മീറ്റർ എന്തായിരിക്കും കാണിക്കുക? അവസാന 3 അക്ക നമ്പർ. ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് 568 ആണ്. അതിൻ്റെ കൂടി ഇപ്പോൾ 166 കിലോമീറ്ററും കൂടി ആ കാർ യാത്ര ചെയ്തു. അപ്പോൾ 568 പ്ലസ് 166 ഈക്വൽ 734. അപ്പോൾ ഇവിടെ വരുന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ച പ്ലസും മൈനസും ഒക്കെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ് ഇത്. സാധാരണ എക്സാമിന് ഇങ്ങനെയുള്ള പ്രയോഗബുദ്ധി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ദ ക്വസ്റ്റ്യൻ? ചോദ്യത്തിൽ നിന്നും എന്ത് മനസ്സിലായെന്നും
അതുപോലെ തന്നെ ഹൗ ഐ കാൽക്കുലേറ്റഡ്, ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എന്നുമാണ് അവിടെ തന്നിട്ടുള്ളത്. അതിനുശേഷം ദേ വെൻ ടു എ ഹോട്ടൽ ഫോർ ലഞ്ച്, അവർ ലഞ്ച് കഴിക്കാൻ പോയി. ഹർ മദർ പേഡ് ദ ബിൽ, അമ്മയാണ് ബില്ല് പേ ചെയ്തത്. ഇറ്റ് വാസ് 578 rupees. ഇപ്പോൾ ലഞ്ചിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 578 രൂപയും. ഏർലിയർ, നേരത്തെ ഷീ ഹാഡ് സ്പെൻഡ് 175 rupees ഓൺ ടീ, നേരത്തെ അമ്മ ചായക്കും സ്നാക്കിനൊക്കെ ആയിട്ട് 175 രൂപയും കൊടുത്തിട്ടുണ്ട്. ഷീ ഹാഡ് 968 rupees വെൻ ദേ സ്റ്റാർട്ടഡ്, അമ്മയുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന 968 രൂപയാണ്. ഹൗ മച്ച് ഡസ് ഷീ ഹാവ് നൗ, അമ്മയുടെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയുണ്ട്? അതായത് അമ്മയുടെ കയ്യിൽ 968 രൂപ ഉണ്ടായിരുന്നു. ലഞ്ചിനും അമ്മയാണ് ഫുഡ് പൈസ കൊടുത്തത്, സ്നാക്സ് കഴിക്കാനും അമ്മയാണ് പൈസ കൊടുത്തത്. അപ്പോൾ അമ്മയ്ക്ക് ചിലവായ രൂപ ആദ്യം കണ്ടുപിടിക്കുക, അതിനുശേഷം അമ്മയുടെ കയ്യിൽ പിന്നീട് ബാക്കിയുള്ള എമൗണ്ടും കണ്ടുപിടിക്കുക. മണി സ്പെൻഡ് ഫോർ ലഞ്ച് ആൻഡ് ടീ, ലഞ്ചിനും ടീക്കും കൂടെ ആയ എമൗണ്ട് 578 പ്ലസ് 175 എന്ന് പറയുന്നത് 753 ആണ്. ചായക്കും ഉച്ചഭക്ഷണത്തിനും കൂടി ആയ എമൗണ്ട്. ഇനി മണി ലെഫ്റ്റ് വിത്ത് ഹർ, അമ്മയുടെ അടുത്ത് ബാക്കി എത്ര രൂപയുണ്ട്? അപ്പോൾ തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു? 968. അതിൽ നിന്നും ചിലവായ തുക മൈനസ് ചെയ്യുക, അത് 753 ആണ്. അത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ 215 രൂപയെ അമ്മയുടെ കയ്യിൽ ബാക്കി ഉള്ളൂ. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നന്നായിട്ട് ഇത് വായിച്ച് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ഓൾറെഡി എല്ലാവരും ചെയ്തതുമാണ്. പഠിക്കുക. രണ്ട് അബാക്കസ് നോക്കാം. എത്ര നൂറുകൾ, എത്ര പത്തുകൾ, എത്ര ഒന്നുകൾ, അതായത് എത്ര ഹൺഡ്രഡ്സ്, എത്ര ടെൻസ്, എത്ര വൺസ് എന്ന് എഴുതുക. ഫസ്റ്റ് അബാക്കസിൽ 100ന്റെ സ്ഥാനത്ത് 9 മുത്തുകൾ, 10ന്റെ സ്ഥാനത്ത് 4 മുത്തുകൾ, 1ന്റെ സ്ഥാനത്ത് 8 മുത്തുകൾ. അപ്പോൾ 9 100 4 10 8 1 948. ഇനി രണ്ടാമത്തെ അബാക്കസിൽ 8 നൂറുകൾ, 4 പത്തുകൾ, 9 ഒന്നുകൾ, അപ്പോൾ 849. ഇങ്ങനെയാണ് നമ്പേഴ്സ്. ഇനി 948 എന്നുള്ള ഉത്തരം മുത്തെഴുതി വെച്ച് മാത്രം എഴുതുന്നതാണോ? അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ 9 നൂറുകൾ, 4 പത്തുകൾ, 8 ഒന്നുകൾ, അതായത് 9 ഹൺഡ്രഡ്സ്, 4 ടെൻസ്, 8 വൺ. 9 ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് എഴുതുമ്പോൾ 900 പ്ലസ് 4 ടെൻസ് 40 പ്ലസ് 8 വൺസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ അങ്ങനെയാണ് 900 48 948 വരുന്നത്. ഇനി 849, 800, 8 നൂറുകൾ, 4 പത്തുകൾ, 9 ഒന്നുകൾ. ഇപ്പോൾ 8 100 800 പ്ലസ് 4 ടെൻസ് 4 10 40, 9 1 9. അപ്പോൾ 800 പ്ലസ് 40 പ്ലസ് 9 849. അപ്പോൾ അബാക്കസിലെ സംഖ്യകൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി പഠിക്കുക. ഇത് ടെക്സ്റ്റ് ബുക്കിലൊരു ഭാഗമാണ്. തന്നിരിക്കുന്ന അബാക്കസിലെ സംഖ്യ കണ്ടുപിടിക്കുക, 347. ഇനി 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്ത് മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ. 100ന്റെ സ്ഥാനത്ത് 3 നൂറാണുള്ളത്, ഒരു മുത്ത് മാറ്റിയ 2 100, അപ്പോൾ 247. ഇനി 10ന്റെ സ്ഥാനത്ത് നിന്ന് 2 മുത്ത് കൂടി മാറ്റൂ. അപ്പോൾ 247. അതിൻ്റെ 10ന്റെ സ്ഥാനത്ത് നിന്ന് 2 മുത്ത് മാറ്റിയാൽ 4 10ആണുള്ളത്, അത് 2 10ആയിട്ട് മാറും, അപ്പോൾ 227. ഇനി 227 എന്നുള്ള സംഖ്യയുടെ 1ന്റെ സ്ഥാനത്ത് നിന്ന് 4 മുത്ത് മാറ്റിയാൽ, അപ്പോൾ 7 ഒന്നുകൾ എന്നുള്ളത് അതിൽ നിന്ന് 4 എണ്ണം കുറയും, 3 ഒന്നാവും, അങ്ങനെ 223. ഓരോ അബാക്കസും വരച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി ഇപ്പോൾ നിലവിലുള്ളത് 223 ആണ്. ആ അബാക്കസ് അവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വന്നത് നോക്കാം. 347 എന്നുള്ളത് 300 പ്ലസ് 40 പ്ലസ് 7 ആണ് 347. 124, 100 പ്ലസ് 20 പ്ലസ് 4 ആണ് 124. ഇനി അത് വ്യത്യാസം വരുത്തിയ സംഖ്യയാണ് 124. അതായത് ആദ്യം 100 മാറ്റി, പിന്നീട് 10ന്റെ സ്ഥാനത്ത് നിന്ന് 2 10 മാറ്റി, പിന്നീട് 1ന്റെ സ്ഥാനത്ത് 4 ഒന്നുകൾ മാറ്റി. അതാണ് 100 പ്ലസ് 20 പ്ലസ് 4 124. അവസാനം 347 നിന്നും ഈ 124 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 223 കിട്ടും. തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് വാട്ട്സ് എ നമ്പർ ഓൺ ദ അബാക്കസ്. അബാക്കസിലെ നമ്പർ 347.
ഇഫ് വി റിമൂവ് 1 bead ഫ്രം ദ 100 പ്ലേസ്, 100ന്റെ പ്ലേസിൽ നിന്ന് ഒരു ബീഡ് റിമൂവ് ചെയ്താൽ വാട്ട് നമ്പർ ഡു വി ഗെറ്റ്? അപ്പോൾ 3 100 എന്നുള്ള 2 100 247 ആവും. നൗ റിമൂവ് 2 beads ഫ്രം ദ ടെൻസ് പ്ലേസ്. 247ന്റെ ടെൻസിന്റെ സ്ഥാനത്ത് നിന്ന് 2 മുത്ത് റിമൂവ് ചെയ്താൽ 227 ആകും. സപ്പോസ് വി റിമൂവ് 4 beads ഫ്രം വൺസ് പ്ലേസ്. വണ്ണിന്റെ സ്ഥാനത്ത് നിന്ന് 4 മുത്ത് റിമൂവ് ചെയ്താൽ 7 ഒന്നുകൾ എന്നുള്ളത് അത് 4 മൈനസ് ചെയ്യുക, അപ്പോൾ 3 ഒന്നുകളാവും. അങ്ങനെ നമ്പർ 223 ആയി മാറും. പാസ്ബുക്കിൽ 952 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 227 രൂപയായി. അമ്മുവിന്റെ അമ്മ ബാങ്കിൽ നിന്നും എത്ര രൂപ പിൻവലിച്ചു? ബാങ്കിൽ 952 രൂപ ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ 227 ഉള്ളൂ. അമ്മ കുറച്ച് പൈസ പിൻവലിച്ചായിരുന്നു, അത് എത്രയാണ് പിൻവലിച്ചു എന്നാണ് ചോദ്യം. ഇപ്പം മൈനസ് ചെയ്ത് കണ്ടുപിടിക്കുക. 952 മൈനസ് നിലവിലുള്ള രൂപ 227 മൈനസ് ചെയ്താൽ അമ്മ പിൻവലിച്ച എമൗണ്ട് കിട്ടും, അത് 725 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയുടെ കയ്യിൽ 4 100 രൂപ നോട്ടുകളും 5 10 രൂപ നോട്ടുകളും ഉണ്ട്. അതിൽ നിന്നും 120 രൂപ അനുവിന് നൽകി. അമ്മയുടെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയുണ്ടാവും? അത് ഏതെല്ലാം നോട്ടുകളായിരിക്കും? അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അതിനുശേഷം ആവശ്യമുള്ളത് എടുത്തെഴുതുക. അമ്മയുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് 4 100 രൂപ നോട്ട്, അതായത് 400, 5 10 രൂപ നോട്ടുകൾ 50. അപ്പോൾ 4 100ഉം 5 10ഉം 400 പ്ലസ് 50 450. അപ്പോൾ അമ്മയുടെ കയ്യിലുള്ളത് 450 രൂപയാണ്. ഇനി അമ്മ അതിൽ നിന്നും 120 രൂപ അനുവിന് നൽകി. അപ്പോൾ ഉള്ള എമൗണ്ടിൽ നിന്നും 120 അനുവിന് കൊടുത്തു. അമ്മയുടെ കയ്യിൽ ബാക്കിയുള്ള രൂപ എന്ന് പറയുന്നത് 450 മൈനസ് 120 എന്ന് പറയുന്നത് 330 രൂപയാണ്. അപ്പോൾ അമ്മയുടെ കയ്യിൽ ഇനി 330 രൂപയാണ് ഉള്ളത്. ഈ 330 രൂപ ഏതൊക്കെ രീതിയിലായിരിക്കും ഉണ്ടാവുക? അപ്പോൾ 330നെ നോട്ടുകളാക്കി വെക്കാൻ പറ്റിയ സാധ്യതകളാണ് ചോദിക്കുന്നത്. 330നെ 3 hundreds പ്ലസ് 3 tens, 3 നൂറുകൾ 3 പത്തുകളാക്കി എഴുതാം. അപ്പോൾ 300ഉം 3 10 എന്ന് പറഞ്ഞാൽ 30 അങ്ങനെ 330 ആക്കാം. അല്ലെങ്കിൽ 100ന്റെ നോട്ട് എടുക്കാതെ 6 പ്രാവശ്യം 50 രൂപ നോട്ട് എടുക്കാം. 6 50 rupee നോട്ട്സ്, 3 10 rupee നോട്ട്സ്. അപ്പോൾ 6 പ്രാവശ്യം 50 വന്നാൽ 300 പിന്നീട് 3 10 30 അങ്ങനെ 330 ആക്കാം. അതുപോലെ തന്നെ ഇനി 100ന്റെ 50ന്റെയും 10ന്റെയും 5ന്റെയും നോട്ടുകൾ എടുക്കുകയാണെങ്കിൽ 200 rupee നോട്ട്സ്, 2 100 രൂപ നോട്ട് എടുത്താൽ 200. അതുപോലെ 2 50 rupee നോട്ട്സ്, 50 രൂപ നോട്ട് എടുത്താൽ 100 ആകും. അപ്പോൾ 200 100 300. പിന്നീട് 2 10 rupee നോട്ട്സ്, അത് 20 ആണ്. 300ഉം 20ഉം 320. പിന്നീട് ഒരു 10 രൂപയും കൂടെ വേണം 330 ആവാൻ. ആ 10 രൂപയാവാനായിട്ട് 5 രൂപയുടെ 2 കോയിനോ അല്ലെങ്കിൽ നോട്ടോ ആഡ് ചെയ്തു, അങ്ങനെ 330 ആക്കാം.